ഫോർട്ട് കൊച്ചി വൈപ്പിൻ റോറോ സർവീസുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാൻ കൊച്ചി കോർപ്പറേഷന്റെ കൗൺസിൽ തീരുമാനം. റോറോ സൗജന്യ യാത്രയ്ക്കുള്ള പ്രമേയം നഗരസഭാ കൗൺസിൽ പാസാക്കിയിരിക്കുകയാണ്. സൗജന്യ യാത്രയ്ക്കുള്ള ചെലവ് നഗരസഭ വഹിക്കാൻ തീരുമാനം. ഫോർട്ട് കൊച്ചി വൈപ്പിൻ റൂട്ടിലെ റോറോ സർവീസുകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സൗജന്യ യാത്ര നൽകാനാണ് കൊച്ചി കോർപ്പറേഷന്റെ തീരുമാനം. ഇതിനായുള്ള പ്രമേയം പാസാക്കി ഇനി KSINCയുമായുള്ള ചർച്ചകൾ കൂടി കഴിഞ്ഞാൽ തീരുമാനം പ്രാബല്യത്തിലാകുമെന്ന് കരുതുന്നു. മേയർ, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാൻ കാരണം? അതായത് കേരള സംസ്ഥാന ഗവൺമെൻറ് പ്രിയദർശിനി പദ്ധതി KSRTCയിൽ ഓർഡിനറി ബസ്സുകളിൽ നടപ്പാക്കി. സ്വാഭാവികമായും ഗവൺമെൻറ്റിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സ്വന്തമായി സർവീസ് നടത്തുന്ന എല്ലാവരും അത് മാതൃക പിന്തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ഭരണസമിതി തീരുമാനമെടുത്തതും. ആ തീരുമാനത്തിന് പ്രകാരം കഴിഞ്ഞ കൗൺസിലിൽ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. വൈപ്പിൻ ഫോർട്ട് കൊച്ചി റോറോ എന്ന് പറയുന്നത് സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളായ ഒരുപാട് സ്ത്രീകൾ ആ റോറോ ഉപയോഗിക്കുന്നുണ്ട്. കാരണം വൈപ്പിലെ കാളമുക്കുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് സ്ത്രീകൾ സാധാരണക്കാർ ആ വൈപ്പിൻ റോറോ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തിട്ടുള്ളത്. വളരെ വേഗത്തിൽ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇത് ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകൾ മൂന്നാമത്തെ റോറോ ഉദ്ഘാടനം ചെയ്യുന്ന അന്ന് മുതൽ അത് പ്രാവർത്തികമാക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു ദിവസം റോറോകളിൽ എത്രമാത്രം സ്ത്രീകളും കുട്ടികളും ഉണ്ടെന്നാണ് ഏതാണ്ട് ഒരു കണക്ക്? ഒരു റോറോ ഒരു ചാലത്ത് കടക്കുമ്പോൾ അതിൽ 50 പേരാണ് പാസഞ്ചർ ടിക്കറ്റ് നമ്മൾ കൊടുക്കുന്നത്. ആ 50 പേരിൽ സ്ത്രീകളും കുട്ടികളുമായിട്ടുള്ള വനിതകൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ഇനി KSINCയായിട്ട് ചർച്ചകൾ നടക്കണം. ചർച്ചകളുടെ ആവശ്യം നമുക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരോട് സംസാരിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ 3 മാസമായിട്ടുള്ള കണക്കുകൾ പ്രകാരം റോറോ ലാഭത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും അതിലൊരു കണക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് വരേണ്ടതുള്ളതും. എന്തൊക്കെ റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഈ പദ്ധതി നടപ്പാക്കാൻ തന്നെയാണ്. ഇന്ദിരാ ക്യാൻറ്റീൻ പോലെ ജനങ്ങളെ ഏറ്റെടുത്ത ഒരു പദ്ധതിയായിട്ട് ഇന്ദിരാ യാത്രയും മാറും എന്നാണ് കണക്കാക്കുന്നത്. ഇത് കോർപ്പറേഷൻ KSINCക്ക് പൈസ കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത്തരം കാര്യങ്ങൾ നഷ്ടമാണ് വരുന്നതെങ്കിലും കോർപ്പറേഷൻ അതിൻ്റെ പകുതി പൈസയാണ് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് അവർ തരുന്ന അവരുടെ എഗ്രിമെൻ്റ് പ്രകാരം ഒരു നഷ്ടമാണ് റോറോ സർവീസിൽ വരുന്നതെങ്കിൽ അതിൻ്റെ 50% കോർപ്പറേഷൻ വഹിക്കേണ്ടത്. ഇത് നമ്മൾ പൂർണ്ണമായും നമ്മൾ അനുവദിച്ചു കൊടുക്കുന്ന ഒരു സൗജന്യമായതുകൊണ്ട് ഇതിന് വരുന്ന ചെലവുകൾ 0 ടിക്കറ്റ് അടിച്ച് തന്നെ കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ ടിക്കറ്റുകളുടെ കണക്കുകൾ രേഖപ്പെടുത്തുന്നതിന് പ്രകാരം നമ്മൾ പൈസ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും.